സോ ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളെന്തായാലും ഇന്നൊരു ഫ്രീ ഫയർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, ബി ആർ ആണ്. സോ നമ്മളെന്തായാലും നേരത്തെ ഓട്ടോ ബാക്ക് ആയ കാരണം സോണിന്റെ പുറത്താണ് ഗൈസ്. ഓക്കെ, സോണിന്റെ എന്തായാലും കേറും, അതുവഴി ഒന്ന് സ്കിപ്പ് ചെയ്ത് ഇളങ്ങിയേക്കാം. സോ നമ്മുടെ കൂടെ നമ്മുടെ ATK ആശു ഉണ്ട്, പിന്നെ നമ്മുടെ സ്നീക്കി ബ്രോ ഉണ്ട്. സ്നീക്കി ബ്രോ വെബ്സ്റ്ററിന്റെ അക്കൗണ്ടിലാണ് കളിക്കുന്നത്. പിന്നെ പാഗൽ എന്ന് പറഞ്ഞൊരു ബംഗാളി ചെക്കനുണ്ട് ഗൈസ്. പിന്നെ എന്തുവാ, ഞാനുണ്ട്. സോ നമ്മള് ഇത്രയും പേരാണ് കളിക്കുന്നത്. ഞാൻ സോണിന്റെ പുറത്തായോണ്ട് തന്നെ സ്നീക്കിയോട് വന്ന് എന്നെ പിക്ക് ചെയ്യാൻ പറഞ്ഞു. സ്നീക്കി പിക്ക് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നു ഗൈസ്. സോ ഞാൻ എന്തായാലും സ്നീക്കിയുടെ ഒപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കട്ട ഫൈറ്റ് ആണെന്നൊക്കെ സ്നീക്കി പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ മുന്നിൽ തന്നെ കുറച്ച് എനിമീസ് ഉണ്ട്. അവന്മാരൊന്നും ചെയ്തില്ല. പിന്നെ ബാക്കിൽ പീക്കിന്റെ അവിടെയും കുറച്ച് എനിമീസ് ഉണ്ട്. അവന്മാർ പോട്ടെന്ന് വിചാരിച്ച വീട്ടിലൊരു എനിമി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലടാ. അപ്പോൾ അപ്പോഴത്തേക്കും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അശു പെട്ടെന്ന് തന്നെ പൊക്കി. അവനെന്റെ ഫിനിഷ് ആക്കാൻ സമയം കൊടുത്തില്ല. അശു ഫീൽഡ് പിസ്റ്റലടിച്ചെന്ന്. പിന്നെ ഞാൻ ഈ സാധനം പിടിച്ച് അങ്ങോട്ട് പോയി അശുവിന്റെ ഒപ്പം. ഇവിടെ ആണെങ്കിൽ എനിമിയാണെന്ന് അശു പറഞ്ഞു. അശുവിന് നല്ല ഹിറ്റും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഗ്ലൂ ആയിട്ട് നിന്നു. ഓക്കെ, അപ്പോഴത്തേക്കും 10 ലൈവ് ആയിട്ടുണ്ട്. സോ സ്നീക്കിക്കാണെങ്കിൽ മോളിൽ നിന്ന് അടി കിട്ടുന്നുണ്ടെന്ന് സ്നീക്കി പറഞ്ഞു. അപ്പോൾ സ്നീക്കി ക്യാരക്ടർ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ, അറിയത്തില്ല. എന്തായാലും ഒരു ജീപ്പുകാരൻ താഴോട്ട് പോയിട്ടുണ്ട്. അവനെ അടിച്ചിട്ട് അടിയൊന്നും കൊള്ളുന്നില്ല. അവൻ ക്യാരക്ടർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവനെടുത്തു. അപ്പോഴത്തേക്ക് വേറെ ഏതോ ഒരു എടാ ഐറിസ് വെച്ചൊക്കെ അടിക്കുന്നടാ എന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ എന്നെ കൊന്നു കേസ്. ഓക്കെ, ഇവിടെ ബംഗാളി ചെക്കൻ ഒരു എനിമിനെ സ്പോട്ട് ചെയ്ത് അവന് വൈപ്പും ചെയ്ത് കേസ്. ഏറാ ചെക്കൻ സീന. ഓക്കെ, ഇവിടെ സ്നീക്കി ഒരുത്തനെ വൈപ്പ് ഇട്ടു, അവനെ ഫിനിഷ് ആക്കി. പിന്നെ അപ്പോഴത്തേക്ക് ഇപ്പൊ സ്നീക്കി എന്നെ പൊക്കി ഇട്ടിട്ടുണ്ട് കേസ്. ഇപ്പൊ നിങ്ങൾക്ക് അലവ് നോക്കിയാൽ കാണാം, കറക്റ്റ് എന്താണ് ഒരു സ്ക്വാഡാണ്. ഓക്കെ, സ്നീക്കിയുടെ അവിടെ 1 ഫൈറ്റ് ആണ്, അവിടെ ഫുൾ എനിമിയാണ് കേസ്. അപ്പോൾ ഇവിടെ ഒരുത്തനെ കണ്ട് സ്നീക്കിയുടെ ഗ്ലൂവാള് പുറത്ത്, അവനെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്നേക്ക് ഇറങ്ങി ഗ്ലൂവാള് പറഞ്ഞാടാന്ന് പറഞ്ഞ സ്നേക്ക് ഗ്ലൂവാള് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സോ അവിടെ മോളില് എന്താണ് അശു തീർന്നായിരുന്നു. അശുവിനെ പൊക്കി കൊടുത്തു ഗൈസ്. അശു വീണ്ടും അവിടെ തന്നെ പോയി ഇറങ്ങുന്നുണ്ട്. ഇപ്പോഴും MA2 പ്ലെയർ ഉണ്ട് ഗൈസ്. അവന് ഇത്തിരി സീനാ. കണ്ടോ, അശുവിനെ തീർത്തു. ഞാൻ എന്തായാലും സ്നീക്കിനെ പൊക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്, അതത്രേ ഉള്ളൂ. MA2 വെച്ച് മോളിൽ നിന്നൊക്കെ അടിക്കുന്നുണ്ട്. എവിടുന്നാന്നൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. കണ്ടോ എന്ത് സ്പീഡിൽ അവ അടിക്കുന്നുണ്ടോ സ്വിച്ച് ചെയ്ത്. അപ്പോഴത്തേക്കും സ്നീക്ക് എന്നെ ഗ്ലൂ ആയിട്ട് പോക്കിയിട്ടുണ്ട്. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ എങ്ങനെയൊക്കെയാ നിൽക്കുവാണ് ഗൈസ്. ഓക്കെ, ഇവിടെ ഒരുത്തനും കൂടെ ഉള്ളായിരുന്നു. ഇവിടെയാണ് ഞാൻ മണ്ടത്തരം കാണിക്കുന്നത് ഗൈസ്. നിങ്ങൾ നോക്കണം, സ്നീക്ക് അവന് ഫുൾ ഡാമേജ് കൊടുത്തിട്ട് എന്താണ് സ്നീക്കിനെ അവൻ ഡൗൺ ആക്കി ഗൈസ്. ഇവിടെ ഞാൻ എന്താ കാണിക്കണം എന്ന് നോക്കാം. എനിക്ക് മര്യാദയ്ക്ക് സ്നീക്കിനെ പൊക്കിയിട്ട് ഫൈറ്റ് എടുക്കുക വേണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് ചെയ്തില്ല. പകരം നോക്കോ ഗൈസ്, ഇത്രയും ഡാമേജ് കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് കളി നൈസായിട്ട് കിട്ടുന്നത്. ഇവ ഹെഡ് അടിച്ച് നമ്മളെ ഫിനിഷ് ചെയ്തു ഗൈസ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ഗൈസ്.